ഓക്കെ, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചേന മസാലയാണ്. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ചേന മസാല ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടി ഒരു 550 ഗ്രാം ചേന ഉണ്ടത് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കർ ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഇതിനകത്തോട്ട് ഇപ്പം ഞാൻ കണ്ടിച്ച് വെച്ചേക്കുന്ന കഴുകി വൃത്തിയാക്കുന്ന ചേനയില്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തേ. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. എന്നിട്ട് ഒരു വിസിൽ, ഒറ്റ വിസിൽ മതി. പിന്നെ ചേന പല ചേനയ്ക്കും പല വേവാണ്, അതനുസരിച്ച് വിസിൽ കൊടുക്കണേ. ഞാനിപ്പോൾ ഇതിന് ഒറ്റ വിസിലാണ് കൊടുക്കുന്നത്. വേവൊന്ന് നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ കൊടുക്കേ. നമുക്ക് ഗ്യാസ് ഓണാക്കാം. അപ്പോൾ ഇത് ഒരു വിസിൽ വരട്ടെ. നമ്മുടെ ചേനയുടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കേ. ചേന ഈ പ്രഷർ പോട്ടെ. നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കേ. ഓക്കെ, കണ്ടോ, നല്ല വെന്ത്, കുഴഞ്ഞു പോകരുതേ. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു കടായി ഇങ്ങോട്ട് വെക്കാം. ഗ്യാസ് ഓണാക്കാം. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. മതിയേ. ഓക്കെ, ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് ഈ പൊട്ടിയ കടുകിലോട്ട് 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, ഓക്കെ, കുഞ്ഞൊരു പട്ട, എല്ലാം അങ്ങോട്ട് മൂപ്പിക്കാം. ഇനി ഇതിനകത്ത് ഇടത്തരം 2 സവാള അരിഞ്ഞതേ, അല്ലെങ്കിൽ വലിയൊരു സവാള മതി. ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് കിട്ടണം, നല്ല ഒരു ബ്രൗൺ കളറായി കിട്ടണേ. ഇനി ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിലോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. സവാള നല്ല വഴന്ന് കിട്ടട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് മസാല ഉള്ളിയെല്ലാം നല്ല വഴന്നിട്ടുണ്ട്, നല്ല റെഡിയായി. ഇനി ഇതിനകത്ത് മസാല ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂണും താഴെയാണേ പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ല മിക്സ് ചെയ്തേ. നമ്മൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറി. ഇതിനകത്ത് വലിയ 2 തക്കാളി അരിഞ്ഞതേ, അത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ തന്നെ നല്ല നല്ല വെന്ത് കിട്ടണം, നല്ല സോഫ്റ്റായിട്ട് തന്നെ. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം.
ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഒരു 2-3 മിനിറ്റ് മീഡിയത്തിനും സിമ്മിനും ഇടയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് വെന്ത് കിട്ടട്ടെ. തക്കാളി നോക്കേ. ഓക്കെ, തക്കാളിയൊക്കെ നല്ല വെന്ത് എണ്ണ മേളിൽ തെളിഞ്ഞിട്ടുണ്ട്. മതി. ഇനി ഇതിനകത്ത് ഇപ്പം സിമ്മി കിടക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഉണ്ട് തൈര്, അതൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ല മിക്സ് ചെയ്യാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഈ സിമ്മി തന്നെ ഇങ്ങനെ ഒരു 1-1.5-2 മിനിറ്റ് കിടക്കട്ടെ. നമ്മൾ മസാല നോക്കാം. നല്ല മണം. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ വേവിച്ച് ചേർക്കുന്ന പിന്നെ ചേനയില്ലേ, അതിട്ട് കൊടുക്കാം. ഓക്കെ, ചേന നല്ല വെന്ത് ഒത്തിരി കുഴഞ്ഞു പോകരുതേ. ചേന പ്രഷർ ചെയ്യണമെന്നുമില്ല. നല്ല വേവുന്ന ചേനയൊക്കെ ആണെങ്കിൽ ഒന്ന് അടുപ്പിൽ സാധാരണ പോലെ പാത്രത്തിൽ വെച്ച് വേവിച്ചാൽ മതി. നല്ല വേവുള്ള ചേനയും ഉണ്ട്, അത് ഒരു 2 വിസിലോളം കൊടുക്കും വേണേ. അപ്പം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. മതിയേ. തീ നമുക്ക് മീഡിയത്തിന് മേളിൽ വെക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. 1-2 തിളയൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ ചേന മസാല നോക്കിയാലോ. നല്ല മണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കട്ടെ. ഒക്കെ പാകത്തിലുണ്ട്. നല്ല ടേസ്റ്റ് ആയതേ. ഇനി ഇതിനകത്ത് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഒരു 4 പച്ചമുളക് 2ആയിട്ട് അരിഞ്ഞതേ, അതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് ഇത് റെഡി വേറെ പാത്രത്തിലോട്ട് പകർന്ന് വെക്കാം. മസാല നോക്കാം. ഓക്കെ, അപ്പോൾ 2-3 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ വെച്ചിട്ട് പോയട്ടെ. അടുപ്പിനും ചൂടില്ലേ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടൊരു ചേന മസാലയാണ്. ഞാൻ ഇതിനു മുമ്പേ ഒരു കഴിഞ്ഞ വീഡിയോ നല്ലൊരു വെണ്ടയ്ക്ക മസാല ഇട്ടിരുന്നു. എന്ത് ടേസ്റ്റാണെന്നറിയാം. ആരും കണ്ടിട്ടില്ലത്, കുറച്ച് പേരെ കണ്ടിട്ടുള്ളേ. അപ്പോൾ ഇത് കാണുന്നവർ അതും കൂടെ ഒന്ന് കാണണേ. പിന്നെ ഒരു ചവ്വരി ഹലുവ, അതൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റുള്ള 2-3 റെസിപ്പി ഇതായിരുന്നു കേട്ടോ. ചേന മസാല വെണ്ടയ്ക്ക മസാലയും ചവ്വരി ഹലുവയൊക്കെ ഒന്ന് കയറി കാണണേ. അപ്പം ഇത് കണ്ടില്ലേ, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ചേന മസാലയാണ്. ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നുമില്ല ഇതിനകത്തില്ല. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഞാനിപ്പം വേറെ ഇങ്ങോട്ടും പറഞ്ഞു വെക്കുന്നില്ല, ഇതിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, നല്ല ടേസ്റ്റായിട്ടൊരു ചേന മസാലയാണ്. നല്ല ടേസ്റ്റാണ്. അധികം മസാലകളോ ഇഞ്ചിയോ വെളുത്തുള്ളി പേസ്റ്റോ ഒന്നുമില്ല ഇതിനകത്തെ. നല്ലൊരു മസാലയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി. ഓക്കെ.